നമ്മുടെ പുതിയ വ്ളോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ട് എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ? 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്ന് സൺഡേയും കൂടിയാണ് കേട്ടോ. രാവിലെ നല്ല ഉഷാറായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അകത്ത് തന്നെയായിരുന്നു കേട്ടോ. ഓരോ പണിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ഇച്ചിക്കൂട്ടിനും കുളിയെല്ലാം കഴിഞ്ഞ് അവൻ സെറ്റാക്കി. അപ്പോൾ ഞങ്ങളുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചിനും കഴിഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് പോകുന്നു കേട്ടോ. തുണി ഇളക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പണിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിന്നു. അച്ഛനും മോനും ഇവിടെ ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. അവന് കുറച്ചൊരു അപ്പുറത്തേട്ടാടും പിന്നെ കുറച്ചൊരു ഇപ്പുറത്തേട്ടാടും. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാൻ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇടിയൊന്നും അങ്ങനെ വെട്ടുന്നില്ല. പക്ഷെ ഉഷാറായിട്ട് നല്ല മഴയായിരുന്നു. ഈ കുളിയെല്ലാം കഴിഞ്ഞ് കിടത്തി ഉറക്കാമെന്ന് വെച്ച് പാഷൻ എന്ത് ചെയ്ത് ഉറങ്ങത്തില്ല കേട്ടോ. കുറേ നേരം പിടിച്ച് കിടത്തിയും എന്ത് ചെയ്ത് ഉറങ്ങുന്നില്ല. അന്ന് പിന്നെ അച്ഛൻ്റെ കൂടെ അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നേരെ അടുക്കളയായിട്ട് പോയി. അന്ന് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും പഴഞ്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച വീട്ടിൽ പോയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ആരും ചക്ക പഴുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചെന്നില്ല. ആ ഒരു പരുവ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും പഴുത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുക്കറിനകത്തിട്ട് ശരിക്കും വേവിച്ചെടുത്തു കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് പിന്നെ നമ്മുടെ ശർക്കര പാനിയില്ലേ നന്നായിട്ട് എടുത്ത് മധുരം അനുസരിച്ച് നമുക്ക് ദൂരമാണ് ആവശ്യം അതനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ തേങ്ങ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വറുത്തിട്ടിടുന്നുണ്ട്. ഞാൻ പക്ഷേ വറുത്തിട്ടല്ല ഇടുന്നത്. ഞാൻ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ ഏലക്ക ചതച്ച് പിന്നെ കുറച്ച് ജീരകം കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ ഞാൻ ആട്ടയാണ് കേട്ടോ എടുത്തത്. നല്ലത് ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട അരിപ്പൊടിനേക്കാളും കൂടുതൽ നല്ലത് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് നേരം വച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇടനില എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കേടുണ്ടാക്കുമ്പോൾ ഇടനിലയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്താല്ലേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇടനിലയിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ എല്ലാം മടക്കി സെറ്റാക്കി വെച്ചിട്ട് കുമ്പിളെത്തിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചക്കയുടെ മാവൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് ഇരുന്ന് വെന്ത് ഓക്കെ ആയി. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതാണ് വെന്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. ഈ മഴയുടെ സമയത്ത് ചക്കയുടെയും കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലുള്ള പരിപാടിയാണ് ആണല്ലേ. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും. സ്ഥലത്തും പല പേരാ പറയുന്നത്. ഞാൻ ഇവിടെ ചക്കയിടാന്ന് കേട്ടോ പറയുന്നത്. ഇടയും കൂടി ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ തുണി മടക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കിച്ചേറിനും മിച്ചിക്കൂടും മേളിലാണ് കേട്ടോ. അപ്പോൾ അവർ വന്നേക്കാളും മുന്നേ ഞാൻ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചാൽ പക്ഷേ കഷ്ടകാലത്തിൽ അവൻ നേരെ ഓടി വന്നു കേട്ടോ. അവന് ഞാൻ തുണി മടക്കണം കണ്ട് കഴിഞ്ഞാൽ ഹാങ്കർ മൊത്തം വേണം കേട്ടോ. അവൻ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അവന് ഉറങ്ങിയ സമയത്തൊക്കെയാണ് തുണി മടക്കി വയ്ക്കുന്നത്. ഞാൻ തുണി മടക്കാൻ കയറി കഴിഞ്ഞാൽ അവനെ എല്ലാ ഹാങ്കറും വേണം. അത് കട്ടലായിട്ട് നിരത്തലാണ് അവൻ്റെ ഏറ്റവും വലിയ മിനിമം പരിപാടി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ചിന് കളി കഴിഞ്ഞപ്പോൾ തലയൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് മുട്ടിയിട്ടോ. എന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ തിരുമ്മി കൊടുത്ത് പിന്നെ ഇച്ചിരി പൊന്നാരിക്കലേക്കായിരുന്നു അവിടെ ഇട്ടിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരത്തെ വണ്ടി എടുത്ത് വണ്ടിയുടെ മെളിക്കിട്ടായിരുന്നു അവൻ്റെ പരിപാടിയൊക്കെ. അതൊക്കെ അവന് ഉറങ്ങിയെഴുന്നേക്കലും ചോറീറ്റയും കാര്യങ്ങളെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം വൈകുന്നേരം ആയിക്കുമ്പോൾ മഴയൊക്കെ മാറി. പിന്നെ സൺഡേ അല്ലേ പിന്നെ പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്നതാല്ലേ സൺഡേ പരിപാടിക്ക് നമ്മൾ വീട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. വൈകുന്നേരമായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് സൺഡേ ആണ് അവധിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് മഴയൊക്കെ ഏകദേശം നമ്മൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെരയെല്ലാം പൂട്ടി നമ്മൾ നേരെ ഇനി പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ചക്കൻ വണ്ടി കയറി ആദ്യം തന്നെ ഇരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കിച്ചോട്ടും ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നമ്മൾ നേരെ മൂവാറ്റുപുഴയ്ക്കാണ് കേട്ടോ പോകുന്നത്. മൂവാറ്റുപുഴ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിക്കാം പിന്നെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ നേരെ മൂവാറ്റുപുഴയ്ക്ക് ഇറങ്ങിയത്. പിന്നെ നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറി വലിയ കാര്യമായിട്ട് എടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്ടോ. അവൻ എന്ത് വേണമെന്ന് അവന് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോണ്ട വേണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞ് അവിടെ ബോണ്ട ഇല്ലടാന്നൊക്കെ പറഞ്ഞ് അവൻ എന്തേ സമ്മതിക്കില്ല. അമ്മു ബോണ്ട ഉണ്ടെന്നാണ് പറഞ്ഞു. പിന്നെ ഫൈനലി ബോണ്ട അവന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ബോണ്ടയൊക്കെ വാങ്ങിച്ച് അപ്പോൾ സെറ്റായിട്ട് കുറച്ച് നേരം അവൻ അവിടെ ഇരുത്തി പതുക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചായ വന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ഇരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം രാത്രിയാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കിച്ചേട്ടാന്ന് വിളിക്കാൻ കേട്ടോ. അവന് കിച്ചുവച്ചേ എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മളവിടെ ഹോട്ടലിൽ നിർത്തി ഫുഡൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ സൺഡേ സ്പെഷ്യൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നില്ല. വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തറവാട്ടിലോട്ട് അമ്മ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഫുഡൊക്കെ എവിടെയാണ്. കിച്ചേട്ടൻ പിന്നെ ക്രിക്കറ്റ് കളിയുടെ ആളാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും